ഹായ് ഫ്രണ്ട്സ്, പ്രഗീതാണേ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള ടെറസിൻ്റെ മുകളിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ്. നല്ല പിങ്ക് കളർ അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മളത്. പൊതുവെ ഈ ഫ്രൂട്ടിന് ഒരു പ്രശ്നമുണ്ട്. അതായത് ആൾക്കാർ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു ഫ്രൂട്ടായത് എന്നറിയോ. ഇത് മധുരമില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്, ഒരു വികാരമില്ലാത്ത ഫ്രൂട്ടാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ളതല്ലോ നല്ല മധുരം, നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റൊക്കെ ഉള്ള നല്ല മധുരമുള്ള വെറൈറ്റിയാണിത്. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്നുള്ള ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഇന്ന് ഒരുപാട് പൂക്കൾ വിരിയാനുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഏകദേശം 38 പൂക്കളോളം ഇന്ന് മാത്രം വിരിയാനുണ്ട്. ഇന്ന് രാത്രി, അതായത് ഇത് രാത്രി വിരിയുന്ന പൂവാണേ. രാത്രിയാണ് ഇത് വിരിയുന്നത്. ഇത് നാളെ വിരിയേണ്ട പൂവാണ് കേട്ടോ. നാളെ വിരിയേണ്ട പൂവ് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. ഇന്ന് കുറേ പൂക്കൾ വരണ്ട്. ഇതിപ്പം തൂണിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് താഴെ മീനിന്റെ ബോക്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തൊക്കെ വിരിയാനുണ്ട്. അതുപോലെ ഇതൊക്കെ നാളെ വിരിയേണ്ട പൂവാണ് കേട്ടോ. ഇത് നാളെ വിരിയും. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് വരിക. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബാച്ച് ഉണ്ട്. ഇത് 30 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാനാവുക. അപ്പം ഞാൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതില്ലേ, ഇത് കഴിഞ്ഞ 30 ദിവസം മുന്നേ പൂ വിരിഞ്ഞതാണ്. ഇന്നത് ഹാർവെസ്റ്റ് ചെയ്യേണ്ട ലെവലിലേക്കായി. ഓക്കെ, നിങ്ങളിത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലുണ്ടല്ലോ, നമുക്ക് മണ്ണില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യം ഇത് കാണുന്നില്ല. ഞാൻ ടെറസിൽ ഡ്രം ഹാഫായിട്ട് മുറിച്ചു, അതിനകത്തൊരു തൂണ് വെച്ചു, അതിൻ്റെ മുകളിലൊരു ടയർ സെറ്റാക്കി അതിനകത്താണ് ചെയ്തത്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഇത് കാണുന്നില്ല. നമ്മളിപ്പം പഴയ ബേസിനിൽ, മീനിൻ്റെ ബോക്സിൽ, അതുപോലെ തന്നെ ഇവിടെ മീനിൻ്റെ ബോക്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് പഴയൊരു ബക്കറ്റാണ്. ബക്കറ്റിൽ വെറുതെ ഒരു പീസ് കുത്തി വെച്ചത്. അതിനകത്ത് തന്നെ ഇപ്പം 3 പൂവ് വിരിയാൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ മീനിന്റെ ബോക്സിൽ ഒരു ഇരുമ്പിന്റെ ഫ്രെയിം സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ, നല്ല ഇതിനകത്തൊക്കെ ഒരുപാട് പൂവ് വിരിയാനുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ വിരിഞ്ഞതാണ്. അതിനകത്ത് ചെറിയൊരു അസുഖം വന്നിട്ടുണ്ട്, ഫംഗസിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഇതൊക്കെ നാളെ മറ്റന്നാളായിട്ട് വിരിയേണ്ട പൂക്കളാണ്. ഇതൊരു അടിപൊളി വെറൈറ്റി ആണ്, സി വെറൈറ്റി എന്ന് പറയും. ഇതിന് അസുഖങ്ങളും വളരെ കുറവ് മാത്രമേ വരുന്നുള്ളൂ. ഇത് നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട് ഇതിനകത്ത്. അതിൻ്റെ തണ്ട് തന്നെ കാണാൻ നല്ല വൃത്തിയുള്ള കളറാണ്, നല്ല ഡാർക്ക് കളറാണ്. ഇത് വേറൊരു വെറൈറ്റി. ഇത് മലേഷ്യൻ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നല്ല രീതിയിൽ കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ തുടങ്ങിയത് ഇവിടെ. ഇപ്പം വളരെ നല്ല രീതിയിൽ ഈ ടെറസിൽ മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇതിനകത്ത് കമൻ്റായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. കൊറിയർ ചാർജ് അല്ലെങ്കിൽ പാർസൽ ചാർജ് വേണം. ഒരാൾക്ക് 1-2 തണ്ടൊക്കെ തരാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ കൊറിയർ റെഡിയാക്കി വെച്ചിട്ട് മുമ്പ് പൈസയൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. ഒരു തണ്ടിന് 150 രൂപ 100 രൂപക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാർക്ക്, ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് തൈയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഓർഡർ ചെയ്യുന്നൊരു 100 പേർക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, ഫ്രീ ആയിട്ട് വേണം, തണ്ട് വേണമെന്നുള്ള ആൾക്കാർ, ഈ പിങ്ക് വെറൈറ്റിയുടെ തണ്ട് ഞാനിവിടെ ചെടിയാക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ അഡ്രസ്സ്, ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് അയക്കുക. ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പോരാതെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തൂണെന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ തൂണിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നന്നായിട്ട് കായ്ക്കും. അതാണ് തൂണിൽ ചെയ്താലുള്ളൊരു ഗുണം. പിന്നെ 10-20 കൊല്ലം ലൈഫുള്ളൊരു ചെടിയാണ്. അപ്പം നിങ്ങൾ തൂണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, എൻ്റെ പേജൊന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. കൊറിയർ ചാർജ് എത്രയാണോ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പാർസലാണോ കൊറിയറാണോ ഒരു ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരാൾക്കൊരു 1-2 തണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു 100 പേർക്ക് നമ്മൾ തണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ.